ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സുന്ദരന്മാരും പ്രായേണ ആരോഗ്യവാന്മാരും ആയിരിക്കും. എല്ലാ കാര്യങ്ങളും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഇവരിലുണ്ടായിരിക്കും. ചൈതന്യമുള്ളതും വിശാലങ്ങളുമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഉയർന്ന നാസികയും പ്രശാന്തം ഗംഭീരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ഏത് കാര്യത്തിനും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണ് ഇവർ. പെട്ടെന്ന് ഒന്നിൽ എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശംവദരാവുകയോ ചെയ്യുകയില്ല. എന്നാൽ ആലോചിച്ചോ അല്ലാതെ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് മാറാത്ത ഒരു സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട്. സ്വഭാവത്തിൽ ഇവർ വളരെ ശാന്തന്മാരായി തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാത്ത കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. വിശേഷിച്ച് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും. ആശ്രിത വാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപൽഘട്ടങ്ങളിലും സേവന സന്നദ്ധതയും ഇവർക്കുള്ള വിശിഷ്ട ഗുണങ്ങളാകുന്നു. മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ സമർത്ഥന്മാരായിരിക്കും. എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് സമാധാനഭംഗം ഉണ്ടായെന്ന് വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസമായിരിക്കും. ഇവരിൽ ദൃഢമായ ഈശ്വരവിശ്വാസവും കാണപ്പെടുന്നു. എന്നാൽ മതപരമോ ദൈവികമോ ആയ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ടാണ് മിക്കവാറും ഇവരെ കണ്ടുവരുന്നത്. ചിന്താശീലരും ചിലപ്പോൾ യുക്തിവാദികളുമായി ഇവർ സാഹിത്യാദി പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരുമായിരിക്കും. സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായേണ മനോസുഖം ഇവർക്ക് കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാമർഥ്യവും പുരോഗതിയുമുണ്ട്. ഒരു 30 വയസ്സുവരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായ അഭിവൃദ്ധികാലം തുടങ്ങുന്നത്. ഇത് ഏതാണ്ട് 50 മുതൽ 55 വരെയും നിൽക്കും. അതിനുശേഷം ഇവർ മിക്കവാറും പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അശ്വതി നാളുകാർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പാത്രീഭവിക്കാറുണ്ടെന്നുള്ളത് ഒരു സാധാരണ സംഭവമാകുന്നു. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രായേണ കുറവായിരിക്കും. സഹോദരങ്ങളെക്കൊണ്ടും മിക്കവരും അങ്ങനെ തന്നെ. സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അന്യ ആളുകളെ കൊണ്ട് ഇവർക്ക് പല നന്മകളും ഉണ്ടാകാറുണ്ട്. ഇവർ സ്വതവേ അല്പം ലുബ്ധന്മാരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് വലിയ ചെലവുകാരായിട്ടാണ് പരിണമിക്കുന്നത്. തന്നിമിത്തം സാമ്പത്തികമായ ഉയർച്ച യഥാർത്ഥമായ വരവിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. ഏതായാലും ഇച്ഛാനുസരണമായ സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നുള്ളത് ഇവരുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശമായിരിക്കും. വീടും പരിസരങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കണമെന്നുള്ള ഇവർക്ക് വലിയ നിർബന്ധമുണ്ടായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ പുറമേ നല്ല ആരോഗ്യന്മാരായി തോന്നുമെങ്കിലും അർശസ്, വാതരക്തം, മൂത്രാശയ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയിൽ ഏതെങ്കിലും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കാറുണ്ട്. എന്നാൽ ഇവർ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കുന്നവരല്ല. ഔഷധങ്ങളെക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യം കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിൽ അധികവും. ഇത് അവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇതിൽ വിവരിച്ച ഫലങ്ങൾ മിക്കവാറും യോജിച്ചിരിക്കുമെങ്കിലും ചില പ്രത്യേകതകൾ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവർ അതിരറ്റ ഈശ്വരവിശ്വാസികളും മതബോധവും ഉള്ളവരുമായിരിക്കും. ഹൃദയം ലളിതവും എന്നാൽ സഹിക്കാൻ കഴിവില്ലാത്തതുമായിരിക്കും. നിഷ്കളങ്കമായ ഭർതൃഭക്തി ഇവരിൽ ഉണ്ടായിരിക്കും. സ്നേഹത്തിനും ഔദാര്യത്തിനുമല്ലാതെ ദാനമോ ദണ്ഡമോ കൊണ്ടൊന്നും ഇവരെ സ്വാധീനമാക്കാൻ കഴിയുന്നതല്ല. ദുശാഠ്യവും വാചാലതയും അല്പം കൂടിയിരിക്കുമെന്ന് മാത്രം. എന്നാലും ഇവർ ഐശ്വര്യവതികളും സ്വജനവാത്സല്യമുള്ളവരുമായിരിക്കും. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ തൻ്റെടത്തോടും ബുദ്ധിപൂർവമായും പെരുമാറാനും ഇവർക്ക് കഴിയുന്നു.
അശ്വതി നാളുകാർക്ക് കാർത്തിക, മകീരം, പുണർദം, ചിത്തിര, അനിഴം, തൃക്കേട്ട ഈ നാളുകൾ യാതൊന്നിനും നല്ലതല്ല. ഈ നാളുകാരുമായുള്ള കൂട്ടുകെട്ടുകളും വീഴ്ചയും ഇവർ കഴിവതും ഉപേക്ഷിക്കേണ്ടതാണ്. വിതയ്ക്കാനും വാഴ നടാനും നല്ലതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.